ശ്രീരാം, പന്തീരങ്കാവിലെ ഒരു ഗാർഹിക പീഡന കേസ് അത് മുൻപ് ഏറെ ചർച്ചയായതായിരുന്നു. അപ്പോൾ അത് ആ പെൺകുട്ടി അവരുടെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ഭർത്താവിനെതിരെ പരാതി കൊടുത്തത് എന്ന രീതിയിലാക്കി അത് അന്ന് തേച്ചു മായ്ച്ചു കളഞ്ഞു. അയാൾ അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഈ പെൺകുട്ടിയുടെ ഒരു ദയിൽ അവൻ രക്ഷപ്പെട്ടു പോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന ആ പെൺകുട്ടി തന്നെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്, ക്രൂരമായി മർദ്ദിച്ചു. അപ്പോ ഈ വിഷയം ശരിക്കും അത് ഈ ഒരു വ്യക്തിയുടെ ഈ കുടുംബത്തിന്റെയോ പ്രശ്നമല്ല. ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന നിരവധി പെൺകുട്ടികളുടെ കൂടെ പ്രശ്നമാണ് ഇത്. വീട്ടിൽ നിന്ന് തന്നെ പെൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. അവരെവിടെയാണ് പീഡനം അനുഭവിക്കുന്നത് അവിടെ അവർക്ക് രക്ഷപ്പെടണം. ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവം നമ്മുടെ മുന്നിൽ മറ്റു പല പെൺകുട്ടികൾ മരിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടാണ് ഈ പെൺകുട്ടി വീണ്ടും അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒരു അവസരത്തിൽ പോയത്. അപ്പൊ അന്ന് തന്നെ ഈ പെൺകുട്ടി ഒരു ശരിയായ ഒരു നിലപാടാണ് എടുത്തിരുന്നുവെങ്കിൽ ഇന്നിപ്പോ വീണ്ടും ഇവൾ ഈ പീഡനത്തിനിരയാകുമായിരുന്നു. തീർച്ചയായും ഇല്ല പ്രീത. ഇതിനകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. കേരളത്തിലെ സമൂഹത്തിന്റെയും കേരളത്തിലെ കുടുംബത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി കൂട്ടി ഇണക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു പോകുന്നു. വിവാഹം കഴിച്ചു പോകുമ്പോൾ അവിടെ പോയി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന്റെ ഫലമായി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയോ അല്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരായി അവരെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണുന്നുണ്ട്. ബേസിക്കലി പെൺകുട്ടികളെ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളെ കോൺഫിഡന്റ് ആയി വളർത്തുക എന്നുള്ളതാണ്. തനിക്കെതിരെ വരുന്ന ഏത് അക്രമത്തെയും ചെറുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരായി, അവരുടെ സെൽഫ് റെസ്പെക്ട് ഉള്ളവരായി സ്ത്രീകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകൾ വളരെ പെട്ടെന്ന് ഇമോഷണലി ഏത് റിലേഷൻഷിപ്പിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നവരാണ്. അപ്പോ ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നിടത്ത് നിന്ന് വിട്ടുപോകാനുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പന്തീരാങ്കാവ് പീഡന കേസിൽ ഉണ്ടായത്, ഈ പെൺകുട്ടി ആദ്യം ഒരു സോഷ്യൽ മീഡിയ അല്ല, എനിക്കൊന്ന് മാട്രിമോണൽ സൈറ്റ് വഴി ഇവനെ പരിചയപ്പെടുന്നു. ഇയാളെ പരിചയപ്പെട്ട ശേഷം ഇയാളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ വീടിന്റെ മുറ്റത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ വീട്ടിലല്ലോ ഈ പെൺകുട്ടി താമസിക്കുന്നത്, അതായത് വിവാഹം കഴിച്ചു പോയാൽ ആ പെൺകുട്ടി അവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കോട്ടയത്തേക്ക് പോയി മറ്റൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹം തകർന്നപ്പോൾ തിരിച്ചു വരികയും ചെയ്തപ്പോൾ ഈ പെൺകുട്ടി വീണ്ടും വിവാഹത്തിന് തയ്യാറായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച്, ആ പെൺകുട്ടിയുടെ അതും ഒരു IT പ്രൊഫഷണലായ പെൺകുട്ടിയാണ്. സാധാരണഗതിയിൽ ഇപ്പോ ജോലിയില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത മറ്റു പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അത്തരത്തിലൊരു നിലപാടെടുത്താൽ നമുക്ക് പറയാം ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ IT പ്രൊഫഷണലായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞത് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസപരമായി ഇത്രയും ഉയർന്നിട്ടും ജോലി ഉണ്ടായിട്ടും സാമ്പത്തികമായി നിലനിൽപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവിടെ ചെന്ന് അവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു, സംശയമുണ്ടാകുന്നു, അടി ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അടി ഉണ്ടാകുന്നു. ആ അടി ഉണ്ടായി വീട്ടുകാർ, എനിക്ക് തോന്നുന്നു 3-4 ദിവസത്തിനകമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നമുണ്ടായി ആ വീട്ടുകാർ അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖത്തും ഒക്കെ പാട് കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അവിടെയാണ് മാതാപിതാക്കള് അപ്പോൾ തന്നെ 4 ദിവസമായപ്പോൾ തന്നെ മാതാപിതാക്കൾ തിരിച്ചു കൊണ്ടുവരികയും കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ മാതാപിതാക്കൾ പറയുന്നത് എന്താണ്, ആദ്യഘട്ടത്തിൽ എന്താ പറയുക, അടിയും പിടിയും ഒക്കെ ഉണ്ടാവും, ഇത് കുടുംബജീവിതമല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്ന് പറയുന്ന മാതാപിതാക്കൾക്കിടയിൽ നിന്ന് വ്യത്യസ്തരായ 2 മാതാപിതാക്കളെയാണ് നമ്മൾ അവിടെ കണ്ടത്. ആ മാതാപിതാക്കളെ പെൺകുട്ടിയെ കൊണ്ടുവരികയും കേസ് കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോഴാണ്, അതായത് ഇമോഷണലി ഈ രാഹുലുമായി അറ്റാച്ച്ഡ് ആയിരുന്ന പെൺകുട്ടിയെന്ന് രാഹുലിന് അറിയാം. രാഹുലിന് കേസ് പിൻവലിപ്പിക്കേണ്ടത് രാഹുലിന്റെ ആവശ്യമായിരുന്നു എന്ന്. അതായത് ഡീപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് മറ്റൊരിടത്തേക്ക് ജോലി തേടി പോകാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയാണ് അയാൾ ആ പെൺകുട്ടിയെ ഒളിവിലിരുന്ന് സംസാരിച്ച് ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കോടതിയിൽ എത്തിച്ച് ആ കേസ് ഹൈക്കോടതിയിൽ നിന്ന് ക്വാഷ് ചെയ്ത ശേഷം വീണ്ടും ഒരുമിച്ച് സ്ഥിരമായി താമസം തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വളരെ കൃത്യമായി നമുക്കറിയാം കോടതി അതിൽ നിരീക്ഷണം നടത്തിയിട്ടുള്ള കുടുംബജീവിതത്തിന് പ്രശ്നം വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് പിൻവലിച്ചിട്ടുള്ളത്. അതിനുശേഷം ജീവിച്ചു തുടങ്ങി എനിക്ക് തോന്നുന്നു 2-3 മാസം പോലും ആയിട്ടുണ്ടാവില്ല. അതിനിടയിൽ വീണ്ടും മീൻകറിയിൽ ഉപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞോ പുളി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടോ വഴക്കുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പെൺകുട്ടി ഈ മാതാപിതാക്കൾ വന്നാൽ താൻ കൂടെ പോകണമെന്നും പരാതിയില്ലെന്നും ഒക്കെയാണ് ഇപ്പോഴും ആ പെൺകുട്ടി പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇത്തരം ഇമോഷണലായി അറ്റാച്ച്ഡ് ആവുന്ന പെൺകുട്ടികളെ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയും ആ തരത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനസിക പ്രശ്നമാണ്.
ഒന്നാമത്തെ കാര്യം നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇപ്പോഴും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളർത്തുന്നത് രണ്ട് രീതിയിൽ തന്നെയാണ്. ആൺകുട്ടികൾക്ക് ഇതൊന്നും ബാധകമല്ല. പെൺകുട്ടികൾ അവരുടെ ആൺകുട്ടികളുടെ ഡ്രസ്സ് നനച്ചു കൊടുക്കാനും അതുപോലെ തന്നെ വീട്ടിൽ പാചകം ചെയ്യാനും, അതായത് ഒരു വേലക്കാരിയുടെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ഒരാളുടെ മാത്രം രീതി അല്ലെങ്കിൽ അതുപോലെയാണ് സ്ത്രീകളെ പലപ്പോഴും ട്രീറ്റ് ചെയ്യപ്പെടുന്ന പല വീടുകളിലും. അവർക്ക് ഡ്രസ്സ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആഹാരം കിട്ടാതെ വരുമ്പോഴോ അവർക്ക് സുഭിക്ഷമായ രീതിയിൽ അവർ വിചാരിക്കുന്നതിനുള്ള ഭക്ഷണം കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കലാശിക്കുന്നത്. അപ്പോ ഇത് ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയാണെന്നും, അതായത് സ്ത്രീകൾ ആലോചിച്ച് നോക്കൂ, അത്രയും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയാണ് മീൻകറിക്ക് ഉപ്പ് കൂടിപ്പോയെന്നോ പുളി കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടി വാങ്ങിക്കുന്നതെന്ന് നോക്കുമ്പോൾ സത്യത്തിൽ അതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എങ്ങോട്ടാണ്? നമ്മൾ ഇത്രയും പുരോഗമനപരമായ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചിട്ട് പോലും മാതാപിതാക്കൾ പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരുടെ മക്കളെ ആൺ പെൺ വേർതിരിവ് കാട്ടി വളർത്തുന്നതിന്റെ ഒരു വലിയ പ്രശ്നം ഇവിടെയുണ്ട്. ആ പ്രശ്നം അഡ്രസ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പെൺകുട്ടികൾ ഇപ്പൊ പലപ്പോഴും ജോലിക്ക് പോകുന്ന പെൺകുട്ടികളാണ്. ഇനി ജോലിക്ക് പോകുന്നവരെല്ലാം ചിലർക്ക് പാചകം ചെയ്യാൻ പറ്റില്ലായിരിക്കും, ചിലർക്ക് പാചകം ചെയ്യുന്നതായിരിക്കില്ല ഇഷ്ടം, അവരുടെ ഇഷ്ടം മറ്റെന്തെങ്കിലും ആകും. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കുടുംബജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, സ്ത്രീകൾ, ഈ പെൺകുട്ടിയുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് വീണ്ടും അയാളോടൊപ്പം പോകാൻ, കുടുംബം സംരക്ഷിക്കാനാണെന്ന് വ്യാജാന പോകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുചെന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഒരു പുരുഷൻ അവളുടെ മുകളിൽ കൈവച്ചാൽ 10 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ആദ്യത്തെ 3 ദിവസത്തിനിടയിൽ തന്നെ, അതായത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സൗഹാർദ്ദപരമായി പോകേണ്ട ദിവസങ്ങളാണ് ആദ്യത്തെ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ പോലും കൈവെക്കുന്ന ഒരാൾ നാളെ നന്നാകുമെന്ന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക? അവിടെയാണ് സ്ത്രീകൾ പലപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ നന്നാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, സമൂഹത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിൽ മരിച്ചു പോയാൽ കിട്ടും നീതി, പക്ഷെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആ പെൺകുട്ടികളെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ വലിയ പ്രശ്നമാണ്. ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അവരൊക്കെ മോശക്കാരാണെന്ന് സമൂഹം ചാർത്തി കൊടുക്കുന്ന ചില പേരുകളുണ്ട്. അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ, ആ പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം നമുക്ക് വിലപ്പെട്ടതാണ്, നമ്മൾ നമ്മുടെ സംരക്ഷകരായി മാറണം. അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയുള്ളൂ. പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾക്കല്ലേ അറിയാം, ഒരു വീടിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുന്ന വ്യക്തികൾ ആ വീട്ടിനുള്ളിൽ താമസിക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഗാർഹിക പീഡന നിയമം ഇത് ചെയ്തിട്ടില്ലെങ്കിലും, ദുരുപയോഗം ചെയ്തിട്ടില്ലെങ്കിലും, അത്തരത്തിൽ ഗാർഹിക പീഡന നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ചില കേസുകളും ഉണ്ടാകുന്നുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ചില ഘട്ടങ്ങളിലെങ്കിലും അത്തരം കാര്യങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ ഇത് ജെനുവിനായ കേസാണ്. എന്നിട്ട് പോലും ആ പെൺകുട്ടി വളരെ കൃത്യമായി അയാളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. വീണ്ടും ആ പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളിടത്താണ് കേരളത്തിലെ പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി ഇത് മാറുന്നു. കുട്ടികളുടെ വളർത്തുന്ന രീതിയും ഒക്കെ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അല്ല, ഇതിലിപ്പോ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയി വീട്ടുകാർ അറിഞ്ഞ് നടത്തിയ ഒരു വിവാഹമാണെന്നെങ്കിലും വിചാരിക്കാം. ആ കുട്ടിക്ക് അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു സാവകാശം ലഭിച്ചിട്ടില്ലായിരുന്നു. മാട്രിമോണിയൽ വഴി കണ്ട് അവർ ഏതാണ്ട് ഒരു 1.5 വർഷം സംസാരിച്ച ശേഷം ഉണ്ടായ വിവാഹമാണ്. ആ 1.5 വർഷത്തിനിടയിൽ ഇയാൾ വേറൊരു സ്ഥലത്ത് പോയി കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് കല്യാണം കഴിച്ചത്. ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതാണ്. തിരിച്ചറിയാനുള്ള ബോധമാണ്, ഇത് തിരിച്ചറിയാനുള്ള ബോധമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. ഇപ്പൊ വർഷങ്ങളോളം പ്രണയിച്ചിരിക്കുന്നവരെ, അടുത്ത കാലത്തായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. 4 വർഷമായി പ്രണയത്തിലാണ്. ഒന്ന് പുറത്ത് ഒരു പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പം ആ പയ്യൻ അയച്ച കുറെ മെസ്സേജുകൾ കേട്ടു, വോയിസ് മെസ്സേജുകൾ. ഇങ്ങനെയാണ് നമ്മുടെ ഈ പയ്യന്മാരെ നീ അപ്പന്റെ മോളാണെങ്കിൽ നീ ഇന്ന് ആ വീടിന് പുറത്തിറങ്ങി പോകരുത്, നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. ഈ രീതിയിലുള്ള ആ വോയിസ് കേട്ടപ്പോ അതെടുത്തു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത്. പക്ഷേ പെൺകുട്ടികൾ എന്താണ്, ശ്രീല പറഞ്ഞതുപോലെ ഇമോഷണലി അതിൽ അറ്റാച്ച്ഡ് ആയിപ്പോയി. അപ്പൊ ഇതിനെല്ലാം സ്നേഹമായി കരുതി, സ്നേഹമായി വ്യാഖ്യാനിച്ച് അവരുടെ ആ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അധികാരം അവരുടെ കയ്യിലാണ്, സ്ത്രീ ഞാൻ പറയുന്നതിനപ്പുറം നീ പോകരുത് എന്നുള്ള ഒരു ധാർഷ്ട്യം. പ്രണയിക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ ആ പയ്യൻ ഇതിനു മുന്നേ ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ട് ആ പെൺകുട്ടി ഇപ്പോഴും അതിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നു. ഈ ഒരു മനോഭാവം പെൺകുട്ടികൾ മാറ്റേണ്ടതുണ്ട്. കാരണം അവന്റെ സ്വഭാവം ടോക്സിക് ആണ് എന്നറിഞ്ഞാൽ അതിനെ വിട്ട് കളയാനുള്ള ആ ഒരു മാനസികാവസ്ഥ, ഒന്നിലേക്ക് കയറുമ്പോ ഇറങ്ങാനുള്ള പ്രാപ്തി കൂടെ നേടണം. ഞാൻ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലൂടെ ഒരു ദിവസം നടക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ചെറിയ പെൺകുട്ടിയും ഒരു പയ്യനും രണ്ടുപേരും കൂടി നടന്നു വരികയാണ്. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഈ പെൺകുട്ടിയുടെ ചെകിടത്തെ പയ്യൻ അടിക്കുകയാണ്. ഞാൻ തിരിഞ്ഞ് എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, ഇല്ല ചേച്ചി ഞാൻ ഇനി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ അവൻ വെപ്രാളം പിടിച്ച് പെട്ടെന്ന് പെൺകുട്ടിയും ആകെ പ്രശ്നത്തിലായി.
പെൺകുട്ടിയും ചേച്ചി പ്രശ്നമാക്കല്ലേ, ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ. ഒരു പൊതു സമൂഹത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, പൊതു റോഡിലാണ് ഇട്ടടിക്കുന്നത്. അപ്പോഴും ആ പെൺകുട്ടി അയാൾക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് കയറി ഇടപെടാൻ പോലും നമുക്ക് പേടി വരും. കാരണം അപ്പൊ ഞാൻ തിരിഞ്ഞെന്ന് ചോദിച്ചു എന്താണ് കാണിക്കുന്നത് ചോദിച്ചപ്പോ പോലും അവര് തമ്മിൽ അപ്പോ കോംപ്രമൈസ് ആവുകയാ, ഒരാൾ മറ്റൊരാൾ ഇടപെടുന്നു എന്ന് കാണുമ്പോൾ. ഇവിടെയാണ് ഈ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ഒരു അപകടാവസ്ഥയുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ പ്രീത, നമ്മൾ ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? തന്റെ പാർട്ട്ണർ ഏറ്റവും മനോഹരമായി അവരുടെ പ്രൊഫഷണൽ സ്പേസിലാണെങ്കിലും അവരുടെ ജീവിതത്തിലാണെങ്കിലും അവരുടെ മാനസിക നിലയിലാണെങ്കിലും ഏറ്റവും മനോഹരമായി ജീവിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് രീതിയിലും പുരുഷനും സ്ത്രീക്കും പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതാണ് സ്നേഹം. ഒരു കാര്യത്തിലും ഒരു അനാവശ്യ ഇടപെടലും നടത്താതെ. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടിൽ മുതിർന്നതോ പ്രായോഗികപരമായി കാര്യങ്ങൾ അറിയുന്ന ആളൊക്കെ ആയിരിക്കും നമ്മുടെ പാർട്ട്ണർ. അങ്ങനെയുള്ള അവസരങ്ങളിൽ ചില വിഷയങ്ങളിൽ ചിലപ്പോൾ നമ്മളോട് മുൻകരുതൽ എന്നോണം അത് ചെയ്യണ്ട, അത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യൂ എന്ന് പറയുന്ന ആൾക്കാരെ കാണാം. ഇപ്പൊ എന്റെയൊക്കെ ഹസ്ബൻഡ് എന്നോട് അങ്ങനെ പറയുന്ന ഒരാളാണ്. നീ ഒന്നുകൂടി ആലോചിക്കുക, എന്റെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞുതരും, എന്നിട്ട് ആലോചിച്ചിട്ട് എന്താണ് നിന്റെ ഇഷ്ടം പോലെ, നിനക്ക് പിന്നെ അത് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ എന്നാണ് പറയുക. അല്ലാതെ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയില്ല. മാത്രമല്ല ഒരു സ്ത്രീ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, സ്ത്രീക്കും പുരുഷനും ഇവിടെ സ്വാതന്ത്ര്യം ഒന്നേ ഉള്ളൂ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടത് പുരുഷനല്ല. നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പോകാനോ, അതായത് നെറികേട് കാണിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുടുംബത്തിന് പ്രശ്നമാകാത്ത ഒരു കാര്യങ്ങളും ചെയ്യുന്നതിൽ അതിന് സ്വാതന്ത്ര്യത്തിന്റെയോ സ്വാതന്ത്ര്യ ലംഘനത്തിന്റെയോ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം ഡിസൈൻ ചെയ്തത് അവരല്ല, അതാദ്യം മനസ്സിലാക്കൂ. പുരുഷനോട് എല്ലാ കാര്യവും അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. പള്ളിയിൽ പോകാൻ എന്തിനു അഭിപ്രായം ചോദിക്കണം? പള്ളി മറ്റൊന്നിന് പ്രാർത്ഥിക്കാനല്ലേ പോകുന്നത്? നമ്മുടെ മെന്റൽ കംഫർട്ടിന് വേണ്ടിയല്ലേ പോകുന്നത്? അപ്പോ എന്തിനു പുരുഷനോട് ചോദിക്കണം എനിക്ക് പള്ളിയിൽ പോണം എന്ന്? എന്തിനു ചോദിക്കണം? എനിക്ക് പള്ളിയിൽ പോട്ടെ എന്നല്ല ചോദിക്കുന്നത്, ഞാൻ പള്ളിയിൽ പോകും എന്നാണ് പറയേണ്ടത്. അത് അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ ലൈഫ് വരേണ്ട, അല്ലാത്ത ആളെ അപ്പൊ തന്നെ വിട്ടുകളയണമെന്നേ. ഇപ്പോ പലപ്പോഴും എന്താ സംഭവിക്കുക, ഒരു പ്രണയത്തിലൊക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ആ പ്രണയം ഉപേക്ഷിക്കാൻ പെൺകുട്ടികൾക്ക് വലിയ മടിയായിരിക്കും. കാരണം മറ്റൊരാൾ ഇത് അറിഞ്ഞു കാണും, അവർ നമ്മളെ കുറിച്ച് മോശം പറയും. പക്ഷെ നമ്മൾ ഈ പ്രണയത്തിൽ മരിക്കുകയോ കത്തിക്കുത്തേക്കുകയോ മരിക്കുകയോ ആസിഡ് വീഴുകയോ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയോ ചെയ്താൽ വലിയ സഹതാപം കിട്ടും. പക്ഷെ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടും. പക്ഷെ പുരുഷൻ അത് പ്രശ്നമല്ല. ഈ പുരുഷനും സ്ത്രീയും ഒരേ കൃത്യത്തിൽ പ്രണയത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയും പുരുഷനും, പുരുഷൻ കുറച്ചു കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ചു, അവൻ നന്നായി, അവള് മഹാപോക്ക് വയസ്സും. അങ്ങനെയാണ് സമൂഹം കാണുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും പ്രണയമാണെങ്കിലും വിവാഹബന്ധമാണെങ്കിലും ഒക്കെ പെൺകുട്ടികൾ അവിടെ ഇമോഷണലായി മറ്റ് ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വരെ കുരുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. വളരെ പ്രഗത്ഭരായ പലരും അത്തരത്തിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട് സമൂഹത്തെ പേടിച്ച്. അത്തരം വിഷയങ്ങളിൽ അവനവന്റെ ജീവിതത്തിന് സംരക്ഷിക്കാൻ, അവനവന്റെ ജീവനെ സംരക്ഷിക്കാൻ സമൂഹത്തെ വെല്ലുവിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് സമൂഹത്തെ ഏത് രീതിയിൽ സമൂഹം എടുത്താലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല. നമ്മളാണ് നമ്മുടെ രക്ഷകർ എന്ന ചിന്തയാണ് ആദ്യം സ്ത്രീകൾക്ക് വേണ്ടത്. സ്ത്രീകളെ ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ, ആത്മാഭിമാനത്തോടെ സ്വന്തം നട്ടെല്ലിൽ നിർത്താൻ, ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള പ്രാപ്തി വളരെ കൃത്യമായി സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ രക്ഷപ്പെട്ടു പോകാൻ കഴിയുകയുള്ളൂ, ജീവിതം നിലനിർത്താൻ കഴിയുകയുള്ളൂ.